നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇതങ്ങനെ വലിയൊരു ചൂടും ചൂരൊന്നും ഇല്ലാതെ പോകുമെന്നായിരുന്നു വിചാരിച്ചത്. കാരണം ഒരു അര എം എൽ എ പോലും ഒരു കാൽ എം എൽ എ മാത്രം ആകാനുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ. വലിയൊരു ഹൈപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ഉപതെരഞ്ഞെടുപ്പുകളൊന്നായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രചാരണ രംഗത്ത്. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതല്ല ശരി, നിലമ്പൂരിൻ്റെ എം എൽ എ ആരാകും എന്നുള്ളതല്ല. ഈ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്ന 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കർട്ടൻ റൈസറാണ്. അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു സെമി ഫൈനൽ എന്നൊക്കെ പറയാവുന്ന ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മളിതിൻ്റെ ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും ഇത്രയും വലിയൊരു ചൂടിലേക്ക് ഇത് പോകുമെന്ന് കരുതിയിട്ടില്ല. പക്ഷെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. മാത്രമല്ല പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ആളുകളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ടത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? അൻവർ രാജിവെച്ചുകൊണ്ട്. അൻവർ രാജിവെച്ച് എന്തുകൊണ്ടാണ്? അദ്ദേഹം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു. LDF ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് പോലീസ് നയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ LDFനകത്ത് നിന്ന് ഉന്നയിക്കാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഉന്നയിക്കുന്നു. അവസാനം അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരുന്നു. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പുണ്ടായത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താവേണ്ടത്? അൻവർ ഉന്നയിച്ച ഈ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനത്തിൽ സംഘ് പരിവാർ നേടിയിരിക്കുന്ന സ്വാധീനം, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷേ അതിലേക്ക് LDFനെ വേണ്ടത്ര കൊണ്ടുവരുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം വരെ. പക്ഷേ ഇന്നിപ്പോൾ UDF ആവശ്യപ്പെടുന്നുണ്ട്, എന്താണ്, മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് വരുന്നതിന് മുമ്പ് മാപ്പ് പറയണം, മലപ്പുറത്തുകാരോട് മാപ്പ് പറയണം, മുസ്ലിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ പറയും. ഈ മലപ്പുറം വിവാദമൊക്കെ ഉണ്ടാകുന്ന ഈ പശ്ചാത്തലത്തിലാണ്. അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നായിരുന്നു മലപ്പുറത്തെ പോലീസിംഗ് എന്ന് പറയുന്നത് സവിശേഷ പോലീസിംഗാണ്. അവിടെ അതിനെ ക്രൈം ക്യാപിറ്റലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രിമിനൽ കേസുകൾ വ്യാജമായി സൃഷ്ടിക്കുന്നു. പോലീസുകാർ തന്നെ നാർക്കോട്ടിക്സ് കരിയേഴ്സായി മാറുന്നു. പോലീസുകാരൻ ഈ സാധനം കൊണ്ടുവന്ന് ആൾക്കാരെ മേലെ പിടിപ്പിച്ച് കേസുകൾ ഉണ്ടാക്കുന്നു. അത് തന്നെ ഒരു കേസ് എടുക്കേണ്ട 3-4 കേസ് ഉണ്ടാക്കുന്നു. ക്രൈം റേറ്റ് വർദ്ധിപ്പിക്കുന്നു. പോലീസ് എന്നുള്ളതൊരു ക്രിമിനൽ ഗ്യാങ് ആയിട്ട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നു. അതിനവിടുത്തെ ഒരു SP അയാൾ നേതൃത്വം കൊടുക്കുന്നു. ആ SP കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു ജില്ലയിൽ സെർവ് ചെയ്തിട്ട പോലീസ് ഓഫീസറാണ്. അപ്പോൾ തെളിവുകൾ വെച്ച് ഈ ഓഫീസർ മരമുറിക്ക് പോകുന്നു. അയാൾ എന്നെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ MLA വിളിക്കുന്നു, അങ്ങ് രക്ഷിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കഥകളാണ് വന്നത്. അത് നോക്കൂ, ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്നത്. അദ്ദേഹം മലപ്പുറത്തെ സവിശേഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അത് വിവാദമായപ്പോൾ അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങയുടെ പേരിൽ ഇങ്ങനെ ഒരു ദേശീയ പദ്ധതി ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പ്രസ്താവന, ഒരു ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു വ്യാജ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അടിച്ചു വന്നിട്ട് ഒരു കേസ് പോലും ഇല്ല. ഒന്നാലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പ്രസ്താവന അടിച്ചു വന്നാൽ ആ പത്രാധിപർ 1-ാം പ്രതിയാക്കി കേസെടുക്കണ്ടേ? അങ്ങനെ ഉണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ? ലോകത്തെ സകലമാന പ്രശ്നങ്ങളെക്കുറിച്ചും അതിസൈദ്ധാന്തികമായി സംസാരിക്കുന്ന M സ്വരാജാണ് അവിടുത്തെ കാൻഡിഡേറ്റ്. അദ്ദേഹം ഇതേക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. ഒരക്ഷരം സ്വരാജ് പറയുന്നില്ല. ഈ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള സംഭവം അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ട എന്ന് പറയുന്നത്. അതിലേക്ക് പൂർണ്ണമായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ LDFന് ആണെങ്കിലും UDFനാണെങ്കിലും ഇത് വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം 2026 എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഇതാണ് നിലമ്പൂരിൽ നടക്കുന്നത്. എല്ലാ ആയുധങ്ങളും എടുക്കും. ഏറ്റവും ഒടുവിൽ അമൃത പറഞ്ഞ വെൽഫെയർ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ആയുധമായിട്ട് വരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഇതേപോലെ ചർച്ച ചെയ്യപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. ഗോവിന്ദൻ മാഷ് എന്ന് എല്ലാ ദിവസവും പത്രസമ്മേളനം തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നിലമ്പൂരിലും അത് തന്നെയാണ്. പക്ഷേ അതിന് പഴയതുപോലെ ഒരു ടേക്കേഴ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഏറ്റവും മലയാളികൾക്കെല്ലാം അറിയാം വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡീൽ
സി പി എമ്മിനും ഉണ്ടായിരുന്നു. സി പി എമ്മുമായിട്ടാണ് വെൽഫെയർ പാർട്ടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഡീലുകളിലെത്തുന്നത്. ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സി പി എമ്മും ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ധാരണകളുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ്. ഇപ്പം സി പി എമ്മുമായിട്ട് വെൽഫെയർ പാർട്ടി ചേരുമ്പം പിന്നെ UDF കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നേരെ തിരിച്ചാകുമ്പം LDF കുറ്റപ്പെടുത്തുന്നുണ്ട്. PDP അപ്പുറത്തായിരിക്കും ഇപ്പുറത്ത് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെയുള്ള ശേഷി പൊതുജനങ്ങൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം ഇത് വിവാദമാക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഏറ്റവും ആരോഗ്യകരമായിട്ട് ആ വിവാദങ്ങളും ആ ചർച്ചകളും നടക്കട്ടെ എന്നാണ് പറയാം. ജനങ്ങൾ ഇതെല്ലാം കണ്ട് ഒരു ശരിയായ ജീവിതത്തിലെത്തുമെന്ന് വിചാരിക്കുക. എനിവേ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നാണ് വളരെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായുള്ള വീര്യമേറിയ പോരാട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്.